उद्यद्भानु सहस्राभा चतुर्बाहु समन्विता रागस्वरूप पाषाढ्या क्रोधाकारां कुशोज्वला मनोरूपे. കാഞ്ചീപുരത്ത് വസിക്കുന്ന കാഞ്ചി കാമാക്ഷി അമ്മ ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. പ്രപഞ്ചമാതാവാണ്. മഹാലളിത ത്രിപുര സുന്ദരി, ശ്രീ ലളിതാ മഹിഷാസുരമർദ്ദിനി. പാർവതീദേവിയുടെ ഉയർന്ന രൂപമാണ്. ആദി പരാശക്തിയാണ്. കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ കേന്ദ്രമാണ്. 7 പുണ്യനഗരങ്ങളിൽ ഒന്നാണ് കാഞ്ചീപുരം. പല്ലവ രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമാണ്. 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം. ആദിപരാശക്തിയുടെ ദിവ്യക്ഷേത്രങ്ങളാണ് ശക്തിപീഠങ്ങൾ. മഹാദേവിൻ്റെ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണതാണ് ശക്തിപീഠങ്ങൾ. ദേവിയുടെ നാഭിഭാഗം കാഞ്ചീപുരത്ത് വീണതായി വിശ്വസിക്കപ്പെടുന്നു. പ്രകൃതിയെ സ്ത്രീയായി സങ്കല്പിക്കുന്നു. മക്കൾക്ക് അമ്മയിൽ നിന്ന് എങ്ങനെയാണോ ഊർജം ലഭിക്കുന്നത്, അതുപോലെ സ്നേഹം തുളുമ്പുന്ന കണ്ണുകളിൽ നിന്ന് ആദി പരാശക്തിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഊർജം ലഭിക്കുന്നു. കാമാക്ഷി അമ്മ സംസാരിക്കുന്ന കണ്ണുകളാണെന്ന് പറയുന്നു. സ്നേഹം തുളുമ്പുന്ന കണ്ണുകൾ. പത്മാസനത്തിൽ ഇരിക്കുന്ന കാമാക്ഷി ദേവി. കാ സരസ്വതി, മാ വെൽത്ത്, ലക്ഷ്മിയും സരസ്വതിയും ചേർന്ന രൂപം. ഐതിഹ്യമനുസരിച്ച് ത്രിപുരസുന്ദരി ഒരു അസുരനെ കൊന്നതിന് ശേഷം ഇവിടെ താമസമാക്കി. ത്രിപുര രഹസ്യം, ബ്രഹ്മാണ്ഡ പുരാണം, മാർക്കണ്ഡേയ പുരാണത്തിൽ ത്രിപുരസുന്ദരി കാഞ്ചീപുരത്ത് എങ്ങനെ വസിക്കുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. കാഞ്ചീപുരത്തെ എല്ലാ ശിവക്ഷേത്രങ്ങൾക്കും കൂടി ഒരു ആദിപരാശക്തി ക്ഷേത്രമാണ്. ഒറ്റ ശിവക്ഷേത്രത്തിലും ദേവിസന്നിധിയില്ല. കാഞ്ചീപുരത്തെ കാമാക്ഷി അമ്മ മഹാത്രിപുര സുന്ദരി. കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ കേന്ദ്രമാണ് കാമാക്ഷി ക്ഷേത്രം. പുരാതനമായ വസ്തുതകളും പാരമ്പര്യങ്ങളും ശങ്കരാചാര്യരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഉത്സവവും നടക്കുന്നത്. ക്ഷേത്രം വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്നു. കാഞ്ചി ശങ്കരമഠമാണ് മാനേജ് ചെയ്യുന്നത്. കാമകോടിപുരി ഭാഗവത പുരാണത്തിൽ ഇതൊരു ദിവ്യ സ്ഥലമാണ്. വളരെ എനർജി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം. അമ്മയുടെ സന്നിധിയിൽ എത്തിയ പോലെയാണ് നമുക്ക് തോന്നുക. മക്കൾക്ക് അമ്മയിൽ നിന്ന് എത്രമാത്രം എനർജി കിട്ടുന്നുവോ അതേപോലെയുള്ള ഒരു ദിവ്യക്ഷേത്രം. സാക്ഷാൽ താരാദേവി. ആദ്യം ദേവി ഉഗ്രസ്വരൂപിണി ആയിരുന്നു. ശങ്കരാചാര്യർ ശ്രീചക്രം ദേവിയുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വീണ്ടും ദേവി ശാന്ത സ്വരൂപിയായി എന്നാണ് പറയുന്നത്. ദേവിയുടെ സന്നിധിയിൽ എത്തിയാൽ ഒരു കുട്ടിയുടെ ആകാംക്ഷയോടെ നമുക്ക് ക്ഷേത്രം ചുറ്റി കാണാൻ തോന്നും. തത്തയുടെ മധുരമായ ശബ്ദം ക്ഷേത്രത്തിൽ എപ്പോഴും കേൾക്കാൻ സാധിക്കും. ക്ഷേത്രത്തിലെ മനോഹരമായ ചിന്തയോടെ പ്രദക്ഷിണം വയ്ക്കാം. ദേവിയുടെ ഉത്സവമായിരുന്നു. ക്ഷേത്രക്കുളം, തീർത്ഥക്കുളം, പഞ്ചഗംഗ തീർത്ഥം എന്നാണ് പേര്. പഞ്ചഗംഗ, 5 ദിക്കിൽ നിന്ന് ഗംഗാജലം എന്ന ദിവ്യ തീർത്ഥമാണ് ഇത്. പഞ്ചഗംഗ പുണ്യതീർത്ഥം. അതിമനോഹരമെന്ന് പറയാം. വളരെ പരിശുദ്ധമായ ജലം. അത്രയും പരിശുദ്ധമായും അത്രയും നന്നായി വെച്ചിരിക്കുന്ന കാമാക്ഷി അമ്മയുടെ തീർത്ഥകുളം. श्री महाराज्ञी श्रीमत् सिंहासनेश्वरी चितग्निकुण्ड सम्भूता देवकार्य समुद्यता
उद्यद्भानु सहस्राभा चतुर्बाहु समन्विता रागस्वरूप पाषाढ्या क्रोधाकारां कुशोज्ज्वला